ഇന്ന് ഞങ്ങളുടെ കൊളവണ്ണക്കാരുടെ ഉത്സവമാണ് കേട്ടോ. പാലക്കുറുമ്പ ക്ഷേത്രത്തിലെ ഉത്സവമാണ്. അപ്പം പൊലച്ചത്തെ വൈബാട്ടോ. പൊലച്ചയ്ക്ക് പോകുമ്പം വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. അങ്ങനെ വേഗം പോയി തൊഴുത് പ്രത്യേക ഒരു വൈബാണ്. അത് ഞങ്ങളൊക്കെ പോയി തൊഴുത് അങ്ങനെ വരുന്ന സമയത്ത് ഓരോന്ന് കാണാനൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ അവിടുത്തെ ഇത് കണ്ട് ഞങ്ങൾ ലാസ്റ്റ് വൈകുന്നേരം ഞങ്ങൾ വരവ് കാണാൻ പോയി. ആ കൊടി കണ്ടോ? ആ കൊടി അവിടെ നാട്ടുന്നതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് പറയപ്പെടുന്നത് കൊടിനാട്ടുമുക്ക് നാട്ടോ. ഇങ്ങനെ എല്ലാവരും കയറി നിന്നിട്ടാണ് വരവ് കാണുന്നത്. ഇത് ഞങ്ങൾ കുന്നിൻ്റെ മുഖത്തെ വരവാട്ടോ. ഓരോ ദേശത്തിൻ്റെ ഇതിന് വരുന്നതിനും ഓരോ ഡ്രസ് കോഡൊക്കെ ഉണ്ട് കേട്ടോ. കുന്നിൻ്റെ മുഖത്തെ ഡ്രസ് കോഡാണ് കാണുന്നത്. ഇതല്ലേ ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ അമ്പലത്തിലേക്ക് നടന്നു പോവുക. എന്നാലേ മര്യാദയ്ക്ക് ഇതിപ്പോൾ മുന്നേ മഴ ഉണ്ടായിരുന്നല്ലോ. ആ മഴ ഉണ്ടായപ്പോൾ താലപ്പൊലിക്ക് എല്ലാവരും ആൾക്കാർ കുറയുന്നു. പക്ഷേ ചെന്ന സമയത്ത് ആൾ കുറവായിരുന്നു. ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ താലപ്പൊലിക്കായപ്പോഴത്തേക്കും വയൽ നിറച്ചു ആൾക്കാർ ഇരിക്കാൻ കൂടി. ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ആൾക്കാർ കൂടിയപ്പോൾ നീച്ച് പിന്നെ ഇരിക്കാനൊന്നും സ്ഥലമില്ല. അത്രയ്ക്കും ആൾക്കാരുണ്ട്. നല്ല അടിപൊളി വെടിക്കെട്ടായിരുന്നു. ഇത് വേറൊരു ദേശത്തില്ല. അതുകൊണ്ട് അവിടുത്തെ ഡ്രസ് കോഡാണ് ഈ കളറ്. ഗേൾസും ബോയ്സും സെയിം ഡ്രസ്സ് തന്നെയാണ്. പ്രത്യേകൊരു വൈബാട്ടോ അവിടുത്തെ ഉത്സവം എന്ന് പറയുമ്പോൾ. ഞങ്ങളെ കല്യാണം കഴിച്ച് കൊണ്ടുപോയവരും കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വന്നവരും ഈ ഉത്സവത്തിന് പങ്കെടുക്കണം കേട്ടോ. അത്രയ്ക്കും വലിയൊരു ഗംഭീരമായിട്ടുള്ളൊരു ഉത്സവമാണ് അടുത്ത ഉത്സവം. ഏറ്റവും നല്ല വെടിക്കെട്ടും അവിടെ നടക്കുന്നുണ്ട്. ഞങ്ങളിതൊക്കെ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഓരോന്നും കണ്ട് കുറേ എണ്ണം കാണാത്തൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എത്തുമ്പോഴാണല്ലോ കാണുക. അങ്ങനെ അതൊക്കെ കണ്ട് നല്ല തിരക്കാണ്. തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ തിരിഞ്ഞ് അങ്ങനെ മൈതാനത്തേക്ക് എത്താൻ വേണ്ടിയിട്ടേപ്പാ പോവുക. എന്നാലായിട്ട് സ്ഥലം കിട്ടുമല്ലോ കണ്ടോ. ആരുമില്ല, തിരക്കൊന്നുമില്ലേ. ചളിയാണ് മഴ മഴയൊക്കെ ചളിയായിരിക്കും. അത് അവിടെ നിന്ന് നല്ല സ്ഥലം നോക്കി വെള്ളമില്ലാത്ത സ്ഥലം ചളികളില്ലാത്ത സ്ഥലത്ത് പോയി ഇരുന്ന് മക്കളൊക്കെ ഉള്ളതാണല്ലോ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വരവ് കഴിഞ്ഞിട്ട് താലപ്പൊലി വന്ന് പണ്ട് താലപ്പൊലി പ്രാവശ്യം ചെറുക്കൻ നിന്ന് മെമ്മയും കഴിഞ്ഞിട്ടുണ്ട്. താലപ്പൊലി കഴിഞ്ഞിട്ടുണ്ട്. താലപ്പൊലി 10 മണി കഴിഞ്ഞിട്ടുണ്ട്.
1 മുളകൊക്കെ ഉള്ളത് കേട്ടോ. അങ്ങനെ ഒറ്റസംഖ്യയിലാണ് അപ്പോൾ ഇവിടെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നിറവേറി കഴിയുന്നുണ്ടെങ്കിൽ നിറവേറും അവിടെ കൂടി ഇതിൻ്റെ ഇവിടെ ഈ വാങ്ങിക്കൊടുക്കുന്ന സൂര്യൻ അടിയിരിക്കാൻ കഴിയില്ല. അവിടെ വേറെ മക്കളൊക്കെ വാങ്ങിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. കൂടി വീട്ടിൽ വെച്ചിട്ടുണ്ടാക്കിയിട്ട് ശരിക്കും ചെയ്തില്ലേ കാലത്തിൽ തുടങ്ങിയിട്ട് കാലത്തിൽ കാണാൻ വേണ്ടി പഠിക്കാൻ കഴിയുന്നില്ല. എൻ്റെ വെറുതെ പിടിക്കാനും പറ്റില്ല. അപ്പോൾ മോനെ എടുത്തുകൊണ്ട് തിരക്കുകൊണ്ട് എല്ലാവരും പുറത്തോട്ട്